അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു തൗബ ഖത്മുൽ ഖുർആന്റെ 89ാമത്തെ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുതിർന്ന ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ഖുർആന്റെ പാരായണം, കൂട്ടിവായന, അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, നിയമങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാൻ പറ്റിയതും പഠിക്കാൻ പറ്റിയതുമായ, മനസ്സിലാക്കാൻ പറ്റിയതുമായ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും പറ്റിയതായ ചെറിയ രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനലൊന്ന് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ അയക്കുന്ന വീഡിയോകളൊക്കെ തുടർച്ചയായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഈ ഒരു സൂറത്തിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ അറിയാം. ബിസ്മി ഓതൽ ഹറാമായ ഒരു സൂറത്താണ്. ഇതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഓതൽ ഹറാമാണ്. ഇടയിൽ വെച്ചുകൊണ്ടാണ് ഓതുന്നതെങ്കിൽ ഒരാൾ ഒരു 10ാമത്തെ ആയത്ത് ഓതുകയാണെങ്കിൽ, ഉദാഹരണത്തിന്, അല്ലെങ്കിൽ 20ാമത്തെ ഏതെങ്കിലും ഒരു ആയത്ത് ഓതുകയാണെങ്കിൽ ആ ആയത്തിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ ബിസ്മി ഓതാതിരിക്കലാണ് നല്ലത്. കറാഹത്താണ്. അപ്പം തുടക്കത്തിലാകുമ്പോൾ അത് ഹറാമുമാണ്. സൂറത്തു തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഇല്ലാത്തതിൻ്റെ കാരണം മഹത്തുക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത്. ബിസ്മി എന്നത് കരുണയുടെ വാചകമായതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു വാക്യം തുടക്കത്തിൽ ഉപയോഗിക്കുക എന്ന് ശരിയല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. ഞാൻ അഥവാ അറിയാതെ ഓതിപ്പോയാൽ ഇത് വലിയ പ്രശ്നമാണ് എന്നല്ല പറഞ്ഞത്. ഓതിപ്പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. ഓതുമ്പോഴൊക്കെ ഈ ഒരു സൂറത്ത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി സാവകാശം ഓതി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ടോ വാട്സപ്പിലൊക്കെ ആയിട്ട് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി നമ്മൾക്കുണ്ടാവുന്ന രൂപത്തിലുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. أعوذ بالله من الشيطان الرجيم. براءة من الله ورسوله إلى الذين عاهدتم من المشركين. ബറാഅത്തും മിനല്ലാഹ്. അവിടെ അവിടെ ഒരു അലിഫ് വന്നു, നീട്ടാനുള്ള അലിഫ് വന്നു. അതിനുശേഷം ഹംസ വന്നത് അതേ വാക്കിലാണ്. ഇത് മദ് മുത്തസിലാണ്. ഏതായാലും മദ്ദിൻ്റെ ചിഹ്നമുണ്ട്, നമുക്ക് നീട്ടണം. അവിടെ ശ്രദ്ധിക്കുക. അതിനുശേഷം തുൻ അല്ലേ, അവിടെ ഒരു തെൻവീൻ വന്നു, ഡബിള് 2 തെൻവീന് ലൊമ്മ് വന്നു. അതിനുശേഷം മീം വന്നാൽ ഇദ്ഗാമും ബിഗുന്നയാണ്. അപ്പം എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യണം. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരങ്ങൾ നൗമി, നൂന്, വാവ്, മീം, യാ. സുക്കൂനുള്ള നൂന് പറഞ്ഞാൽ നൂനിൻ്റെ ചിഹ്നം ഉണ്ടാവില്ല, ഫത്തും കസറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതായത് സുക്കൂനുള്ള നൂനാണ്. ആ നൂനിൻ്റെ ശേഷമോ അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം, ഇത് തെൻവീൻ ലൊമ്മാണ്, തെൻവീൻ കസറായാലും തെൻവീൻ ഫത്ഹ ആയാലും അതിന് ശേഷമുള്ള അക്ഷരം നൗമി, നൂന്, വാവ്, മീമിയ എന്നീ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ. ഇവിടെ ആദ്യത്തെ മീമിനൊന്നുമില്ല. അപ്പോൾ രണ്ടാമത്തെ മീമിന് കൊടുത്തുകൊണ്ട്, രണ്ടാമത്തെ മീമും മണിച്ചുകൊണ്ട് കട്ടി കൊടുത്തുകൊണ്ട് ഓതുക. فسيحوا في الأرض 4 أشهر واعلموا أنكم. ഇവിടെ കണ്ടില്ലേ? ഫസീഹു ഫീ എന്നുള്ള ഫിൽ കൂട്ടി വായിക്കുമ്പോൾ ഫീ എന്നതിന് ശേഷം സുക്കൂൻ വന്നു. സുക്കൂൻ വന്നാൽ, സുക്കൂനോ ശബ്ദോ വന്നാൽ എന്ത് ചെയ്യൂല? ഫീ എന്ന് പറയുക. അവിടെ പിന്നെ നീട്ടല്ലിത്, നീട്ടാതെ ഓതുക. ഫിൽ അർളി, അവിടെ ലാമിന് സുക്കൂനുണ്ട്. അപ്പോൾ ഫിൽ അർളി 4 അശ്ഹുർ അവിടെ നിർത്തി.
നിർത്തുന്നില്ല എങ്കിൽ അഷ്ഹൂർ അവിടെ നിർത്തുമ്പോൾ റായിന് സുക്കൂനാവും, സുക്കൂന് അതിന് മുമ്പ് ലൊമ്മാകും. അപ്പോൾ പിന്നെ തഫ്ഖീമ ചെയ്യേണ്ടത്. അഷ്ഹൂർ നിർത്തുന്നില്ല എങ്കിൽ അഷ്ഹൂരിയു, അപ്പോൾ പിന്നെ കസറാണുള്ളത്. അഷ്ഹൂരിയു അപ്പോൾ തർക്കീക്ക് ചെയ്യണം. അഷ്ഹൂരിയു വഅലമു, തൻവീനിന് ശേഷം വാവ് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരമാണ് നൗമി. നൂനെ വാവ് മീം, ഇവിടെ വാവ് വന്നു. അഷ്ഹുരിയു വഅലമു അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ്. ഇവിടെ ഗൈറു നമ്മുടെ തൊണ്ടയുടെ മേലെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. ഓന്നല്ല, ഓന്നല്ല, അത് മലയാളത്തിൽ ഓന്ന് പറയും. ഇതങ്ങനെയല്ല, മേലെ ഭാഗത്ത് ഗൈരിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറയല്ലോ. ഗൈറു മുഅ്ജിസില്ലാഹ്, മുഅ്ജിസി ലാ സി എന്നാണുള്ളത്, കസറാണ്. അള്ളാഹു എന്ന വാക്കിന് മുമ്പ് കസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം. അള്ളാഹു എന്ന അള്ളാഹ് എന്നല്ല, ലാ എന്ന് പറയാം. മുഅ്ജിസില്ലാഹ് ഗൈറു മുഅ്ജിസില്ലാഹി വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ. ശബ്ദമുള്ള നൂന് മണിക്കണം. വഅന്ന ആ രൂപത്തിൽ ഒന്ന് ഓതി നോക്കി. അപ്പം എന്ത് ചെയ്യും? നമ്മളെ ഓത്തിനൊക്കെ ഒരു മാറ്റം വരും. നമ്മൾ നമുക്ക് മനസ്സിലായിട്ടും അത് മാറ്റം വരുത്താത്തത് കൊണ്ടാണ് പ്രശ്നം. വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ. മുഖ്സിൽ സി എന്നാണുള്ളത്, ശേഷമുള്ള സുക്കൂന് വന്നു. മുഖ്സിൽ കാഫിരീൻ. ഫസീഹു ഫിൽ അർളി അർബഅത അശ്ഹുരിൻ വഅലമു അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ് വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ. മൂന്നാമത്തെ ആയത്ത് വഅദാനും മിനല്ലാഹി വറസൂലിഹി. സൂറത്തു തൗബ ഇല്ല, ഈ സൂറത്തിന് സൂറത്തുൽ ബറാഅ എന്നും പേരുണ്ട്, ബറാഅത്ത് സൂറത്ത് എന്നും പേരുണ്ട്. വഅദാനും മി, തൻവീന് ശേഷം മീം വന്നു, നൗമി, നൂന് വാവ് മീം യാ. വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസ്. വറസൂലിഹി അവിടെ യാ ഉണ്ട്, യാനെ ഒന്നുകൂടി നീട്ടണം, കാരണം അതിന് മുകളിൽ മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു. ബരീ അവിടെ മദ്ദുണ്ട്. فإن تبتم فهو خير لكم خير لكم. തൻവീൻ്റെ ശേഷം ലാമോ റാ വന്നാൽ, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ലാമോ റാ വന്നാൽ ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. നമ്മുടെ തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കണം, വിശദമായിട്ടുള്ള ക്ലാസ്സുകളാണ്. അതൊക്കെ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ ഉപകരിക്കും. ക്ലാസ്സുകളൊക്കെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. ഫഹുവ ഖൈറുൽ ലക്കും. ഫഹുവ ഖൈറുൻ എന്ന തൻവീൻ്റെ ശേഷം ലാമോ റാ വന്നാൽ ഖൈറുൻ ലക്കും എന്ന് പറയരുത്. ഫഹുവ ഖൈറുൽ ലക്കും. വഇൻ തവല്ലൈതും ഫഅലമൂ അന്നകും ഗൈറു മുഅ്ജിസില്ലാഹ്. അല്ലാഹ് ഇവിടെ മുഅ്ജിസില്ലാഹ്, ആ ഹ അവസാനം കേൾക്കണം. ഒരു സുക്കൂന് കൊടുത്തുകൊണ്ട്, കാരണം നിർത്താണല്ലോ, നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? ഹാവിന് സുക്കൂൻ കൊടുക്കണം. ഹാവിന് എന്നല്ല, അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനോ തൻവീൻ ഫത്ത് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കണം. ഗൈറു മുഅ്ജിസി എന്ന് പറഞ്ഞിട്ട് നിർത്തേണ്ടത്. അവിടെ നിർത്തുമ്പോൾ നേരെ വെച്ച് അന്നകും ഗൈർ, അവിടെ നിർത്തുമ്പോൾ റായിന് സുക്കൂൻ ചെയ്യണം. മുഅ്ജിസി അവിടെ നീട്ടാനുണ്ട്. അല്ലാഹി എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം? മുഅ്ജിസില്ലാഹ്, ഹായിന് സുക്കൂൻ ചെയ്യണം. വബശ്ശിരി എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ വബശ്ശിർ, റായിന് സുക്കൂൻ ചെയ്തു. അവിടെ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇവിടേക്ക് നിർത്തണം എന്നല്ല പറഞ്ഞ്, നിർത്തുമ്പോൾ എവിടെയാണോ നിർത്തുന്ന അവസാനത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യുക, അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ സുക്കൂൻ ചെയ്യാം. വബശ്ശിർ, ഇവിടെ റായിന് സുക്കൂൻ ചെയ്യുമ്പോൾ അതിന് മുമ്പ് കസറാണ്. റായിൻ്റെ നിയമങ്ങൾ ഓർമ്മയിൽ വരണം. റായിന് സുക്കൂൻ ചെയ്യും. അപ്പോൾ വബശ്ശിർ എന്നല്ല, വബശ്ശിർ എന്നല്ല, വബശ്ശിർ. റായിന് സുക്കൂന് മുമ്പ് കസർ വന്നാൽ തെർത്തീക്ക് ചെയ്യണം. വബശ്ശിർ, ഇവിടെ നിന്ന് അപ്പം നിർത്തേണ്ട ആവശ്യമില്ല. വബശ്ശിരില്ലദീന കഫറൂ ബിഅദാബിൻ അലീം. തൻവീനാണ്, തൻവീൻ്റെ ശേഷം ഹംസ വന്നു. ഹംസ എന്ന് പറഞ്ഞാൽ ആ, അത് ഹംസയാണ്. ആ ഈ ഊതൊക്കെ എന്താണ്, ഹംസയാണ്. തൻവീന് ശേഷം ഇളാറിൻ്റെ അക്ഷരമായ ഹംസ, ഹ, ഐന്, ഗൈന് ഈ അക്ഷരങ്ങൾ വന്നാൽ ഇളാർ ചെയ്യണം. ഇളാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക, വെളിവാക്കുക. ബിഅദാബിൻ അലീം. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഖൈറുൻ ലക്കും എന്ന് പറഞ്ഞാൽ ഇല്ല, കാരണം അതിന് ശേഷമുള്ള ലാമറോ ആയതുകൊണ്ട് ഖൈറുൻ ലക്കും. അതുപോലെ തന്നെ ബിഅദാബി അലി എന്നല്ല, ബിഅദാബിൻ അലീം. ഇവിടെ മാറ്റമുണ്ട്. ഇങ്ങോട്ട് നോക്കി. വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു ഫഇൻ തുബ്തും ഫഹുവ ഖൈറുൽ ലക്കും وإن توليتم فاعلموا أنكم غير معجز الله وبشر الذين كفروا بعذاب أليم إلا الذين عاهدتم ഇവിടെ മീം വന്നു, സുക്കൂണിലെ മീം വന്നു അല്ലേ. ആഹത്തും എന്നുള്ളടത്തൊരു മീമുണ്ട്. ആ മീമിന് ഫത്ത് കസറൊന്നുമില്ല, അവിടെ സുക്കൂനാണ്. ഒന്നില്ലെങ്കിൽ പിന്നെന്താണ്, സുക്കൂനാണ്. അപ്പോൾ സുക്കൂണിലെ മീമാണ്. മീമിൻ്റെ ശേഷം മീം തന്നെ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക, ഒരു മീമായിട്ട് പറയാം. മീമിൻ്റെ ശേഷം ബാവ് വന്നാൽ മറച്ച് മണിക്കുക. ബാക്കിയുള്ള മീമുകളൊക്കെ എന്ത് ചെയ്യുക, മീമിൻ്റെ ശേഷം ബാക്കിയുള്ള ഏതക്ഷരം വന്നാലും മീമിൻ്റെ നിയമം പറഞ്ഞ് മീമിൻ്റെ ശേഷം മീം തന്നെ വന്നാൽ, അറബിയിൽ 28 അക്ഷരമാണുള്ളത്. മീമിൻ്റെ ശേഷം മീം വന്നാൽ പിന്നെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക, ഒരു മീമായിട്ട് പറയാന്നർത്ഥം. മീമിൻ്റെ ശേഷം ബാവ് വന്നാൽ മറച്ച് മണിക്കുക. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, മറച്ച് മണിക്കുക. ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇപ്പോൾ 2 അക്ഷരം പറഞ്ഞു, ബാക്കി 26 അക്ഷരമാണ്. 26 അക്ഷരത്തിൽ ഏത് വന്നാലും മീം വ്യക്തമാക്കി സുക്കൂൻ കൊടുത്തുകൊണ്ട് പറയാം. മീമിന് സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, കാരണം 26 അക്ഷരത്തിൽപ്പെട്ട ഏത് അക്ഷരം വന്നാലും മീമിന് സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ടാവും. അപ്പോൾ മീമിൻ്റെ സുക്കൂനിൻ്റെ ചിഹ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് വ്യക്തമാക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. മീമിൻ്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കുക എന്ന് മനസ്സിലാക്കുക. മീമിൻ്റെ ശേഷം മീം തന്നെ വന്നാൽ അവിടെ കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇല്ലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ സുമ്മ ലം. കണ്ടില്ല, ലം അവിടെ മീമിന് സുക്കൂൻ്റെ ചിഹ്നമുണ്ട്. കാരണം എന്താണ്, ഇൽഹാറിൻ്റെ അക്ഷരമാണ്, ശേഷമുള്ളത് യാ ആണ്. അതുകൊണ്ടാണ് അത് ചിഹ്നമുള്ളത്. ശേഷമുള്ള അക്ഷരം ഒന്നും നോക്കണ്ട, മീമിന് സുക്കൂൻ്റെ ചിഹ്നം ഉണ്ടെങ്കിൽ വ്യക്തമാക്കുക. ലം ലം യം ലം ലം യാ എന്നറിയത്, ലം യാ എന്നറിയത്, ലം ലം യൻഖുസൂകും ശൈആ വലം വലം ചുണ്ടുപൂട്ടണം. വലം യുളാഹിറു അലൈക്കും അഹദാ വലം യുളാഹിറു അലൈക്കും അഹദൻ فأتموا إليهم أهدهم إلى مدتهم إن الله يحب المتقين. إلا الذين آهدتم من المشركين ثم لم ينقصوكم شيئا ولم يظاهروا عليكم أحدا അവിടെ മണിക്ക എന്നിട്ട് നീട്ടിയാൽ മതി. فأتموا إليهم أهدهم عهدهم إلى مدتهم إن الله يحب المتقين. فإذا انسلخ الأشهر الحرم فإذا انسلخ الأشهر الحرم
ഫൈദ എന്നാണുള്ളത്, ശേഷമുള്ളത് നൂനാണ്. നൂന് ഒന്നുമില്ല, സുക്കൂനാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഫൈദാൻസ എന്ന് പറയുന്നത് ഫൈദൻസലഖൽ അശ്ഹുറുൽ ഹുറും ഫഖ്തുലുൽ എന്ന് പറയുന്നത് ഫഖ്തുലുൽ നീട്ടാൻ വന്നു ലൂ, പിന്നെ ലാമിന് സുക്കൂന്. അപ്പോൾ നീട്ടാനുള്ള അക്ഷരത്തിന് സുക്കൂനോ ശബ്ദോ വന്നാൽ ഫഖ്തുലുൽ മുശ്രികീന ഹൈസു വജദ്തുമൂഹും വഖുദൂഹും വഹ്സുറൂഹും വഖഉദൂ ലഹും കുല്ല മർസദ് ഫഇൻ താബൂ വഅഖാമുസ് സ്വലാത്ത എന്നുള്ളത് ഹാത്താ എന്ത് ചെയ്യണം? നിർത്തുകയാണെങ്കിൽ സുക്കൂനുള്ള ഹ ആയിട്ട് മാറും. ഫഇൻ താബൂ വഅഖാമുസ് സ്വലാഹ് നിർത്തുന്നില്ല എങ്കിൽ വഅഖാമുസ് സ്വലാത്ത വആതവുസ് സകാത്ത ഫഖല്ലൂ സബീലഹും. ഇവിടെ വആതുസ് സക്കാ എന്നല്ല, ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. ചിലപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, നമ്മളെന്നെ എന്ത് ചെയ്യും, ചിലപ്പോൾ അറിയാതെ വആതുസ് സക്കാത്താന്ന് ചിലപ്പോൾ ഓതിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്ന് നോക്കുക. വഅഖാമുസ് സ്വലാത്ത വആതവുസ് സകാത്ത വആതു എന്നുള്ള വേറെ സ്ഥലങ്ങളിലുണ്ട്. ഇവിടെയുള്ളത് വആതു എന്നല്ല, വആതവുസ് സകാത്ത ഫഖല്ലൂ സബീലഹും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. فإذا انسلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم كل مرصد فإن تابوا فإن നൂന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ഇഖ്ഫായിൻ്റെ 15 അക്ഷരമാണുള്ളത് അല്ലേ? എന്ത് ചെയ്യണം? ഏത് വന്നാലും ഇഖ്ഫാ ചെയ്യണം. ഫഇൻ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കുക. ഫഇൻ താബൂ വഅഖാമുസ് സ്വലാത്ത വആതവുസ് സകാത്ത ഫഖല്ലൂ സബീലഹും ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. وإن أحد من المشركين استجارك فأجره حتى يسمع كلام الله. فأجر റാഇന് സുക്കൂനാണ്, മുമ്പ് കസറാണ്, തർക്കീക്ക് ചെയ്യണം. ഫഅജിർഹു ഹു എന്നുള്ളത് നീട്ടാൻ പാടില്ല. ഫഅജിർഹു എന്ന് പറയുന്നത് ഫഅജിർഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് ثم أبلغ അവിടെ നിർത്താൻ. ثم أبلغ ഒരു ഹാവിന് സുക്കൂൻ കൊടുക്കണം. ثم أبلغه مأمنه ثم أبلغه مأمنه അവിടെ നീട്ടാൻ പാടില്ല. മഅ്മന അവിടെ നിർത്തുകയാണെങ്കിൽ മഅ്മന മഅ്മന എന്ന് പറയുന്നത് മഅ്മന. അവിടെ നിർത്തുന്നില്ലെങ്കിൽ ആ ഹൂ എന്നുള്ള രണ്ടാമത്തെ ഹൂ എന്ന് കിട്ടും. മഅ്മനഹു ദാലിക ബിഅന്നഹും, കാരണം ഹൂ എന്നുള്ള ചിഹ്നമുണ്ട് അല്ലേ, വാവിൻ്റെ ചെറിയൊരു ചിഹ്നമുണ്ട്. നിർത്തുന്നില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ജീമുണ്ടല്ലോ അല്ലേ, അവിടെ വഖഫ് ചെയ്യൽ ജായിസാണ്, അനുവദനീയമാണ്. അവിടെ നിർത്തുക. ذَلِكَ بِأَنَّهُمْ قَوْمٌ لَا يَعْلَمُونَ قَوْمٌ لَا തൻവീൻ്റെ ശേഷം ലാം വന്നു. ഇദ്ഗാമുൻ ബിലാവുന്നയുടെ അക്ഷരം ലാമുറാവ്. وإن أحد എന്ന് പറയുന്നത് വഇൻ വ്യക്തമാക്കണം. ശേഷമുള്ള ഉദാഹരണ അക്ഷരമാണ്. വഇൻ അഹദും മിനൽ മുശ്രികീന استجارك مشركين استجارك فأجره حتى يسمع كلام الله ثم أبلغه مأمنه ذلك بأنهم قوم لا يعلمون كيف يكون للمشركين عهد عند الله للمشركين عهد عند الله وعند رسوله إلا الذين
إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين كيف يكون للمشركين عهد عند الله وعند رسوله إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة إلا ولا ذمة يرضونكم بأفواههم ഇവിടെ മീമിൻ്റെ ശേഷം ഭാവം വന്നു ഇഖ്ഫാ ചെയ്യണം മീമിൻ്റെ നിയമമാണ് മീമിൻ്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാം ചെയ്യണം കൂട്ടി യോജിപ്പിക്കുക മണിക്കുക മീമിൻ്റെ ശേഷം ബാ വന്നാൽ മറച്ച് മണിക്കുക يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله إنهم ساء ما كانوا يعملون اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله إنهم ساء ما كانوا يعملون പത്താമത്തായത് لا يرقبون في مؤمن إلا ولا ذمة ശബ്ദമുള്ള മീമാണ് മണിക്കണം لا يرقبون في مؤمن إلا ولا ذمة وأولئك هم المعتدون فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ഇവിടെ നിർത്തിയപ്പോൾ നൂനിനെ സുക്കൂനെ തൊട്ട് മുമ്പ് നീട്ടാനുണ്ട് നേരെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് നീട്ടാനുണ്ടെങ്കിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനെ തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ മധ്യ ആരിൽ വരും ഫിദ്ദീൻ അത് എവിടെ നിർത്തുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ അവിടെ ഹാഇന് സുക്കൂൻ വന്നു അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു അലിഫാണ് വാവിൻ്റെ മേലെ ഒരു അലിഫ ഉണ്ടില്ലേ നീട്ടാനുള്ള അക്ഷരം വന്നു അപ്പം എന്ത് ചെയ്യണം സക്കാ മധ്യ ആരിൽ ഫഇഖ്വാനുക്കും ഇവിടെ ഇല്ല കാരണം മീമിന് സുക്കൂന് അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്യുക മീമിന് സുക്കൂന് മുമ്പ് കാഫാണ് നീട്ടാനുള്ള അക്ഷരം വന്നില്ല ഫഇഖ്വാനുക്കും ഫിദ്ദീൻ വനുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅലമൂൻ അവിടെ മധ്യ ആരിൽ വന്നു നൂന് സുക്കൂന് മുമ്പ് നീട്ടാനുള്ള അക്ഷരം വന്നു فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون وإن نكثوا أيمانهم
നൂനിൻ്റെ ശേഷം നൂന് തന്നെ വന്നു, നൗമിയാണ്. നൂനിൻ്റെ ശേഷം സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം നൂന് വാവ് മീമ് യാ എന്നിവ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. വഇന്നകസൂ അയ്മാനഹും മിൻ ബഅദി അഹ്ദിഹിം وطعنوا في دينكم فقاتلوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون. فقاتلوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون. وإن نكثوا أيمانهم من بعد عهدهم وطعنوا في دينكم فقاتلوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون. ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدأوكم أول مرة. അടുത്ത ആണ് ഹാത്തായ ദൈവം സുക്കൂനുള്ള ഹാ ആയിട്ട് മാറ്റണം. أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين. ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدأوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين. 14 قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشفي صدور قوم مؤمنين. قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشفي صدور قوم مؤمنين. 15 ويذهب غيظ قلوبهم ويتوب الله على من يشاء والله عليم حكيم. ويذهب غيظ قلوبهم ويتوب الله على من يشاء والله عليم حكيم. ഇൻഷാ അല്ലാഹ് 15 ആയത്താണ് ഓതിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഓതിയ നന്നായിട്ട് ഓതുക. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ പ്രേക്ഷകരിൽ ഒരാളായ ആസിയ വെളിയങ്കോട് എന്ന സഹോദരി ഉപ്പയുടെ ആണ്ടിൻ്റെ ദിവസമാണ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹു തആല റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയും ഹദിയ ചെയ്യുകയൊക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് തടസ്സമൊന്നുമില്ല. നമ്മൾ ഓതിയ ഖിറാഅത്ത് ഞാനിതാ അവരിലേക്ക് ഹദിയ ചെയ്യുന്നു എന്ന നിയത്ത് വെക്കുക. നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് അവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുക, ഹദിയ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തടസ്സമൊന്നുമില്ലല്ലോ, ഹദിയ ചെയ്താൽ മതിയല്ലോ. കൊടുക്കുന്നവരും കൊടുക്കാതെക്കാനോ പഠിച്ചവൻ്റെ അടുത്തുനിന്നാണ്.
അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യുക, ആദ്യം ചെയ്യുക. നമ്മൾ ഉണ്ടാകുമ്പോൾ കൊടുക്കുമ്പോഴാണല്ലോ കുറയുക. നമുക്ക് കൊടുക്കുമ്പോൾ നമ്മളുള്ള ഒരു സാധനം കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, കുറയുന്നുള്ളൊരു ബേജാറുണ്ടാവുക. പടച്ചോൻ്റെ ഖജനാവ് പടച്ചോനാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊക്കെ എന്ത് ചെയ്യുക, നല്ല നീയത്തോടു കൂടെ കരുതുക. ഇൻഷാ അല്ലാഹ് ഏത് സമയത്തും എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ ഏത് കർമ്മം ചെയ്താലും ഇതിൻ്റെ ഒരു മിസ്ലി സവാബ് നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ ഹദ്റത്തിലേക്ക് ഞാനിത് ഹദിയ ചെയ്യുന്നുവെന്ന് നിയ്യത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബെ, നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാൻ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെ രോഗങ്ങൾ പരിപൂർണമായിട്ടും ഷിഫയാക്കണ റഹ്മാനെ. ആജിലായ ഷിഫ നൽകണ റഹ്മാനെ, പരിപൂർണ്ണ ഷിഫ നൽകണ റഹ്മാനെ. ഞങ്ങളെ ഇബാദത്തുകൾ മുടക്കുന്ന ഒരു രോഗം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ല റഹ്മാനെ, നീ നൽകല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും, ഞങ്ങളെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, റഹ്മാനെ റബ്ബെ, കുടുംബക്കാർ, കൂട്ടുകാർ, സഹപ്രവർത്തകർ, അയൽവാസികൾ, നാട്ടുകാർ, റഹ്മാനെ റബ്ബെ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, റഹ്മാനെ റബ്ബെ, ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, അതുപോലെ തന്നെ നാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, റഹ്മാനെ റബ്ബെ, ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. മരണപ്പെട്ടവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്ത് നൽകണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും റഹ്മാനെ റബ്ബെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട തിരുജിവാറിൽ ഒരുമിച്ച് കൂടാനും അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിരുകരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാനുള്ള സൗഭാഗ്യം നീ നൽകണ റഹ്മാനെ. നീ സൗഭാഗ്യം നൽകണ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, നരകമോചനം നൽകണ റഹ്മാനെ, പാപമോചനം നൽകണ റഹ്മാനെ. സ്വർഗം ഞങ്ങൾക്ക് നീ വുജൂബാക്കണ റഹ്മാനെ. സ്വർഗം ഞങ്ങൾക്ക് നീ വുജൂബാക്കണേ അല്ലാഹ്, നീ വുജൂബാക്കണേ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ആ സ്വർഗീയ ആരാമത്തിൽ വെച്ചുകൊണ്ട് നിൻ്റെ ലിഖാ കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ തൗഫീഖ് നൽകണേ റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്, പോകാൻ നിൽക്കുന്നവരാണ് റഹ്മാനെ റബ്ബെ. എല്ലാവർക്കും ഈ വർഷം ഹജ്ജിന് പോകുന്ന, ഹജ്ജ് ചെയ്യുന്ന എല്ലാ ഹാജിമാർക്ക്, റഹ്മാനെ റബ്ബെ, ഹജ്ജുമ്മമാർക്കൊക്കെ നീ നല്ല ആഫിയത്തും ദീർഘായുസും സിഹത്തും നീ ഖുവ്വത്തും നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. കർമ്മങ്ങളൊക്കെ ഒരു പ്രയാസമില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ റഹ്മാനെ റബ്ബെ ഒക്കെ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് എത്താനൊക്കെ ഉള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് പ്രദാനം ചെയ്യണ റഹ്മാനെ, നീ തൗഫീഖ് പ്രദാനം ചെയ്യണ റഹ്മാൻ. ഞങ്ങൾക്കും വരുന്ന വർഷങ്ങളിലായിട്ട് പോകാനുള്ള തൗഫീഖ് നീ, അതിനുള്ള സാഹചര്യം, അതിനുള്ള സാമ്പത്തിക ശേഷി എല്ലാം നീ തുറന്നു നൽകി അനുഗ്രഹിക്കുക റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകണം. ഇൻഷാ അല്ലാഹ് അതിനൊക്കെയുള്ള വഴികളൊക്കെ നമുക്കൊക്കെ തുറന്ന് തരണം. നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകൾ, നമ്മിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകൾ ഉംറക്കൊക്കെ ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട്. കാരണം ഒരിക്കലും നമ്മളെ കൊണ്ടാവൂല എന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് ഈ വർഷമൊക്കെ ഒരുപാട് ആളുകൾ ഉംറക്ക് പോയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം പെട്ടെന്നാണ് സ്വർണത്തിൻ്റെയൊക്കെ വില കൂടിയത്. ആ ഒറ്റ വള വിറ്റതോടുകൂടെ ഉംറക്ക് പോയി തിരിച്ചു വരാനൊക്കെ ഒരുപാട് ആളുകൾക്ക് പറ്റിയിട്ടുണ്ട്. അതൊന്നും ഈ പോയ ചില ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുമില്ലാതെ, കാരണം പോകണമെന്ന ആ ഒരു നല്ലൊരു മനസ്സുണ്ടാവുകയും എന്നാൽ പോകാൻ എങ്ങനെയാണ് സാധിക്കുക എന്ന വിഷമം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അതിനൊക്കെ ഒരു പരിഹാരമായിരുന്നു ആ ഒരു പെട്ടെന്നുള്ള ആ ഒരു മാറ്റം. ആ മാറ്റത്തിലൂടെ ഒരുപാട് ആളുകൾക്കൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകാനുള്ളൊരു അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നല്ല നിയ്യത്തോടുകൂടെ നമ്മളൊക്കെ വെക്കുമ്പോൾ നമുക്കും അതിനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടും. ഇൻഷാ അല്ലാഹ് അതിനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ നല്ല നിയ്യത്തോടുകൂടെ അതിന് മുന്നിട്ടിറങ്ങിയാൽ ഇൻഷാ അല്ലാഹ് അതിനൊക്കെയുള്ള ഏത് കാര്യത്തിനായാലും അതിൻ്റെയൊക്കെ വഴികൾ അല്ലാഹു തആല തുറന്നു തരും. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇനി തുറന്നു നൽകണ റഹ്മാനെ, നീ തുറന്നു നൽകണ റഹ്മാനെ, നീ തുറന്നു നൽകണ റഹ്മാനെ. അപ്പോൾ അതൊക്കെ അള്ളാഹിനെ സംബന്ധിച്ച് ഒരു പ്രയാസമില്ല, അല്ലാഹു തആല നൽകുമെന്നുള്ളതായ ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടെ നമ്മളൊക്കെ മുന്നോട്ട് പോവുക. അല്ലാഹു തആല അതിനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനൊക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ശാരീരികമായ, മാനസികമായ, പൈശാചികമായ പ്രയാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മനസ്സൊന്ന് മാറിയാൽ നമ്മൾ ആ ഒരു നില ഒന്ന് തെറ്റും. അങ്ങനെയൊക്കെ ആത്മഹത്യ, അതുപോലെ തന്നെ മാനസികമായ പല പ്രയാസങ്ങൾ
ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആ വിഷയം പറയുന്നില്ല എന്ന് മാത്രം. ഒന്ന് സാമ്പത്തികമായ വിഷയം, ആ വിഷയത്തോടു കൂടെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹോദരൻ പറഞ്ഞിരുന്നു, പിന്നെ ആ ഒരു ആത്മഹത്യയിലേക്ക് അങ്ങോട്ട് എത്തുന്നതായ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു നമ്മളെ മനസ്സ് ഒരിക്കലും തന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ തന്നെ പാടില്ല. കടുത്ത ഹറാമാണ്. ഒരു കാരണവശാലും ഈമാൻ കിട്ടുകയില്ല. ഈമാൻ കൊടുക്കുന്നവനും കൊടുക്കാത്തവനൊക്കെ അള്ളാഹു ആണ്. എങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു വിഷയം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ വരെ തെറിച്ചു പോകാൻ കാരണമാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു നമ്മളുള്ളതിൽ എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ട്, ആ പ്രയാസത്തിലൊക്കെ നമ്മൾ ക്ഷമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. കാരണം നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, ക്ഷമിക്കുന്ന ആളുകൾക്കാണ് പ്രതിഫലമുള്ളതെന്ന് വിശുദ്ധ ഖുർആനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളുള്ളത് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് മുന്നേറുക, അതാണ് യഥാർത്ഥ മുഅ്മിന്. കാരണം ആ ക്ഷമയിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലും ക്ഷമയാണ് നമുക്ക് ആവശ്യം. ആ ക്ഷമക്കൊരു പരിധിയുണ്ട്, അങ്ങനെ പരിധിയില്ല. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കന്നെ, അതിന് എത്രയെന്നുള്ള അങ്ങനെ ഇപ്പോൾ അതിന് കണക്കൊന്നുമില്ല. ക്ഷമിക്കുന്നതിനൊരു പരിധി ഇല്ലേ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. ക്ഷമക്കെന്തില്ല, ഒരു പരിധി അല്ല. നമ്മളെ കൊണ്ടാവുന്ന നമ്മളൊക്കെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലാണ്, എന്ത് പ്രയാസം വന്നാലും ഒക്കെ നമ്മൾ ക്ഷമിക്കുക. അതാണ് നമ്മൾ യഥാർത്ഥ ഒരു മുഅ്മിന് ചെയ്യേണ്ടത്. അതിനൊക്കെ ക്ഷമിക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂലിയാണ്. എത്രയാണോ ക്ഷമിക്കുന്നത്, നമ്മൾ പൊറുതികേട് കാണിക്കാതെ നമ്മൾ പ്രയാസം എന്ത് ചെയ്യുക, പൊറുതികേട് കാണിക്കാത്ത രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമിച്ചുകൊണ്ട് മുന്നേറിയാൽ അതിനൊക്കെ വലിയ പ്രതിഫലമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മനസ്സ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും, സാമ്പത്തികമായ, ശാരീരികമായ, മാനസികമായ, പൈശാചികമായ പ്രയാസങ്ങളൊക്കെ, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ, സിഹറിൽ നിന്ന്, ഇതൊക്കെ നമ്മൾ ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന് അതൊക്കെ നമ്മളൊക്കെ എപ്പോഴും കാവലിനെ തേടാനൊരു സംഗതിയാണ്. ഹസദ് ഉണ്ടാക്കുന്നൊരു സംഗതി നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനും പാടില്ല. മറ്റുള്ളവർക്ക് ഹസദ് തോന്നുന്ന, അസൂയ തോന്നുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ ഓരോരുത്തരും കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവർക്ക് വലിയ അസൂയാണ് എന്നുള്ളതായ, അവർക്ക് വലിയ അസൂയാണെന്ന് തോന്നുന്ന രൂപത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഓൻക്ക് നമ്മളോട് ഭയങ്കര അസൂയാണ്. അതിൽ നിന്നുള്ള അസൂയ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് തോന്നാനുള്ള കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. കാരണം അസൂയൻ്റെ തോന്നാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളാണ് നിയന്ത്രിക്കേണ്ടത്. നമ്മൾ എല്ലാ വിഷയങ്ങളും, ഏത് വിഷയത്തിലാണെങ്കിലും സ്റ്റാറ്റസ്, നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലത്ത് നമ്മൾ എന്ത് കിട്ടിയാലും അതൊക്കെ ഒരു സ്റ്റാറ്റസും മറ്റൊക്കെ ആളുകളൊക്കെ അറിയിക്കുക എന്നുള്ളതായ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി വെക്കുന്ന, പക്ഷേ അത് കാണുന്നവർ ആ രൂപത്തിലായിരിക്കില്ല ചിന്തിക്കുന്നത്. അപ്പോൾ ഹസദ് എന്നുള്ളത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസദ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വെച്ചാൽ വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവനക്ക് വലിയ കുറ്റമാണെങ്കിലും അത് വെച്ചാൽ എന്താ കുഴപ്പം, അത് വെച്ചാൽ കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ വെക്കരുത് എന്ന് പറഞ്ഞ് അസൂയ ഉണ്ടാകാൻ പാടില്ല. എനിക്കിപ്പോൾ ഒരാളോട് അസൂയ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അപ്പോൾ പറഞ്ഞത്. എനിക്കൊരാളുടെ അസൂയ ഉണ്ടായാൽ അതിൻ്റെ പ്രതിഫലനം അയാളിൽ സംഭവിക്കും. അതുകൊണ്ടാണ് അസൂയ പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കുക. അസൂയ നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് തോന്നിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹുവേ, ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന് നീ കാക്കണ റഹ്മാനെ, സാഹിര്യങ്ങളെ സിഹറിൽ നിന്ന് നീ കാക്കണ റഹ്മാനെ, മാക്കിരീങ്ങളെ മക്കറിൽ നിന്നൊക്കെ നീ കാക്കണ റഹ്മാനെ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അത്തരം മനസ്സുകളൊക്കെ തൊട്ട് റഹ്മാനെ റബ്ബേ, മാരകമായ ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ മഹാന്മാരൊക്കെ എണ്ണിയതുപോലെ ഹസദ്, കിബർ, റിയാ, ഉജുബ് പോലോത്ത മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണ റഹ്മാനെ, ഞങ്ങളെ നീ കാക്കണ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, നീ കാക്കട റഹ്മാനെ. അത്തരം രോഗങ്ങൾ ഞങ്ങളെ ഹൃദയത്തിൽ നീ നൽകല്ല റഹ്മാനെ. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ഞങ്ങളെ കൊണ്ട് പ്രയാസമുണ്ടാകുന്ന ഒരു പ്രയാസവും റഹ്മാനെ റബ്ബേ ഞങ്ങൾക്കുണ്ട് മറ്റുള്ളവർക്ക് നീ നൽകല്ല റഹ്മാനെ. മറ്റുള്ളവരെ കൊണ്ട് ഞങ്ങൾക്കും നീ നൽകല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങൾക്കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല റാഹത്തിലായിക്കൊണ്ട്, സന്തോഷത്തിലായിക്കൊണ്ട്, ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير.
ഇൻഷാ അല്ലാഹ് നമുക്കൊരു പ്രാവശ്യം ഓതി നോക്കാം. തുടക്കത്തിൽ അഊദു മാത്രമേ ഓതേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ فسيحوا في الأرض 4 أشهر واعلموا أنكم غير معجز الله وأن الله مخزي الكافرين. وأذان من الله ورسوله إلى الناس يوم الحج الأكبر أن الله بريء من المشركين ورسوله فإن تبتم فهو خير لكم فإن توليتم فاعلموا أنكم غير معجز الله وبشر الذين كفروا بعذاب أليم. إلا الذين عاهدتم من المشركين ثم لم ينقصوكم شيئا ولم يظاهروا عليكم أحدا فأتموا إليهم عهدهم إلى مدتهم إن الله يحب المتقين. فإذا انسلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم كل مرصد فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم إن الله غفور رحيم. وإن أحد من المشركين استجارك فأجبه حتى يسمع كلام الله ثم أبلغه مأمنه ذلك بأنهم قوم لا يعلمون. كيف يكون للمشركين عهد عند الله وعند رسوله إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله إنهم ساء ما كانوا يعملون. لا يرقبون في مؤمن إلا ولا ذمة وأولئك هم المعتدون. فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون. وإن نكثوا أيمانهم من بعد عهدهم وطعنوا في دينكم فقاتلوا أئمة الكفر
إنهم لا أيمان لهم لعلهم ينتهون ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشفي صدور قوم مؤمنين ويذهب غيظ قلوبهم ويتوب الله على من يشاء والله عليم حكيم صدق الله العلي العظيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم